മലപ്പുറം നിലമ്പൂരിൽ കാട്ടാൻ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ നഗറിലെ മണിയാണ് മരിച്ചത്. മണിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്നായി തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സഹായം പ്രഖ്യാപിക്കുന്നത് സാധാരണമാണ്. പക്ഷേ അതിലേറെ ഇത് എങ്ങനെ തടയാം എന്നത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഈ അപകടം അത് വനത്തിൽ ഉള്ളിൽ വെച്ചാണ്. വനത്തിനുള്ളിലെ ആദിവാസികൾക്കും സുരക്ഷ ഏത് തരത്തിൽ ഉറപ്പാക്കണം എന്ന കാര്യത്തിലൊക്കെ വനം വകുപ്പ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതും ഉണ്ട്. ഈ മരിച്ച മണിയുടെ മൃതദേഹം ഇപ്പോൾ എങ്ങനെയാണ്? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വൈകിട്ട് 6:30 മണിക്കാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. അറിയുന്നത് രാത്രി 11:30 മണിയോട് കൂടിയാണ്. 11:30 മണിക്കാണ് അവരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന. ആശുപത്രിയിൽ എത്തുന്നത് വരെ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആശുപത്രിയിൽ എത്തി പരിശോധിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പിന്നീട് ഡോക്ടർമാരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഉൾവനത്തിൽ താമസിക്കുന്ന ഗുഹാവാസികളായിട്ടുള്ള ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവർ വനത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഇടയിൽ താമസിക്കുന്നവർ എന്നുള്ള പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. അതിനിടയിലാണ് ഈ മരിച്ച മണിയുടെ 2 മക്കളെ, ഒരാൾ തൃശ്ശൂരിൽ പഠിക്കുന്നു, ഒരാൾ നിലമ്പൂരിൽ പഠിക്കുകയാണ്. അവരെ ഈ നിലമ്പൂരിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ മണിയുടെ കൂടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടി തെറിച്ചു വീഴുകയും ചെയ്തു. പക്ഷെ ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം അത് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പറയുന്നു. അടിയന്തരമായി ധനസഹായം നൽകുമെന്ന് DFO അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പ് മന്ത്രി മുമ്പ് പറയുകയുണ്ടായി. എന്തായാലും വനത്തിനകത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം തുടരുന്നത് പതിവായിട്ടുണ്ട്. ചോലനായ്ക്ക വിഭാഗങ്ങൾക്ക് ഈ വന്യമൃഗങ്ങൾക്ക് ഒപ്പം തന്നെ കഴിയുന്നവരാണെങ്കിൽ കൂടി അതിന്റെ ആശങ്ക ഇപ്പോഴും വർദ്ധിക്കുക തന്നെയാണ്. രുചീഷ്. ശരി ശാന്തകുമാർ.